ഞാൻ ഇന്റർവ്യൂസ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് റിജക്ഷൻസിലൂടെ കടന്നുപോയി ഒരു പൊസിഷനിൽ എത്തിയ ഒരാളാണ്. അപ്പൊ നമ്മൾ ധ്യാൻ ശ്രീനിവാസൻ ഇന്റർവ്യൂസിലായിരുന്നു കൂടുതൽ കണ്ടിട്ടുള്ള. പുള്ളി ഇതുപോലെ റിജക്ഷൻസിലൂടെ ഒക്കെ വന്ന് പിന്നെ ഇപ്പൊ തഗ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുപോലെ ഒരു ഇൻസ്പിറേഷൻ നാട്ടുകാർക്ക് മൊത്തം പെരിങ്ങണ്ടൂർ സിറ്റിക്ക് കൊടുത്ത ഒരാളാണ്. പെരിങ്ങണ്ടൂരിൽ ധ്യാൻ ശ്രീനിവാസനാണോ? ഇപ്പൊ നാട്ടുകാർക്ക് തിരിച്ചയക്കോ അവൻ ജോലിക്കൊന്നും പോണില്ല, എന്താണ് പണ്ടത്തെ പോലെ തന്നെയായി. അല്ല, ഇതില് വേറെ സംഭവം കൂടി ഞാൻ പറയട്ടെ. നമ്മളെ ലൈഫില് ഏറ്റവും പൊട്ട അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം വലിയും കൂടിയല്ല, കംഫർട്ട് സോൺ ആണ്. ഞാൻ നോക്കിയെടുത്തോളാം പേഴ്സണലി പറയാം. കാരണം എനിക്ക് എല്ലാ മാസവും ഒന്നാം തീയതി സാലറി കിട്ടുന്ന ജോലിയുണ്ട്. പ്രത്യേകിച്ച് ഉത്തരവാദിത്തം കൊണ്ടൊന്നും ആവശ്യമില്ല. എല്ലാം കൊണ്ടും ഞാൻ ഭയങ്കര പക്ഷെ അതുകൊണ്ട് തന്നെ എന്റെ ലൈഫിൽ ഒരു ഗ്രോത്ത് ഇല്ല. ഗ്രോത്ത് ഉണ്ടോ വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരെ കണ്ണില് ഞാൻ ഒരു നല്ല ഏജിൽ തന്നെ ഒരു ജോലി കയറിയത് ഇതായി. പക്ഷെ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്ന എന്റെ ലൈഫിലുണ്ട്. അത് ഞാൻ തിരിച്ചറിയാൻ കുറച്ച് ടൈം എടുത്തു മാത്രം. അങ്ങനെ എന്റെ കംഫർട്ട് സോൺ ഞാൻ പൊളിച്ചു. ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ കംഫർട്ട് സോൺ പൊളിക്കുമ്പോ പാർട്ട്ണർക്ക് ഉണ്ടാവുന്ന ഒരു പേടി ഉണ്ടല്ലോ. നമുക്കൊരു പാർട്ട്ണറിനെ കിട്ടുമ്പോ നമുക്കൊരു സേഫ്റ്റി ഉണ്ടാവില്ല. ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ പോകുമ്പോ ചേച്ചീനെ അത് ചോദിച്ചിരുന്നോ? എന്നോട് ചോദിച്ചിരുന്നു ചോദിച്ചാ ഇതിപ്പോ ആദ്യമായിട്ടല്ലേ ലീവ് എടുക്കണത്. കല്യാണത്തിന് മുമ്പേ കല്യാണത്തിന് ശേഷം ഇങ്ങനെ ഇടക്കിടക്ക് ലീവ് എടുക്കുമായിരുന്നു. പിന്നെ അന്ന് എനിക്ക് ജോലി ഉണ്ടായിരുന്നു, അന്ന് എനിക്ക് വലിയ പേടിയില്ലായിരുന്നു. പിന്നെ കുട്ടിയായ പിന്നെ ഈ ലീവ് എടുക്കല് ആദ്യമായിട്ടാണ്. അപ്പൊ എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വലിയ കുഴപ്പമില്ലാണ്ടപ്പോ തട്ടിമുട്ടി പോണ്ട്.